but they don't give me betting. That is a Same problem. like me, same like me. Yes, അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. ഞാനിപ്പോൾ ധാനിയിലെത്തി 5 മാസം കഴിഞ്ഞു, 5 മാസം പറയും. ഇതുവരെ ഒരു വീഡിയോ മീൻസ് ഒരു മാച്ച് വീഡിയോ ഇതുവരെ ഇടാൻ പറ്റില്ല. 2-3 വട്ടം ഷൂട്ട് ചെയ്തു, പക്ഷേ എന്താ പറയുക, കുറച്ച് ഇഷ്യൂസ് കാരണം എഡിറ്റ് ചെയ്യാൻ അങ്ങനെ കാര്യങ്ങളൊന്നും പറ്റില്ല. ഇന്നിപ്പോൾ ഒരു സൺഡേ ഒരു പ്രാക്ടീസ് മാച്ച് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച നടത്തുന്നതായിരുന്നു, അത് പോസ്റ്റ്പോൺ ചെയ്തു. നെക്സ്റ്റ് വീക്ക് അത് ആ ഒരു ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് കൂടി കണക്കിലെടുത്ത് ഒന്ന് പ്രാക്ടീസ് മാച്ചിന് പോകാം. സോ നമുക്ക് കൊണ്ടുവരാൻ നമ്മുടെ വായു വന്നിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഗ്രൗണ്ടിൽ ചെന്നിട്ട് പറയാം. അപ്പോൾ ഗ്രൗണ്ടിലെത്തിട്ടോ. അപ്പോൾ ഇവിടെ 3 ഗ്രൗണ്ടാണുള്ളത്. അതിലൊരു ഗ്രൗണ്ടാണിത്. ഇത് കോൺക്രീറ്റ് അല്ല, ആസ്ട്രോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി 2 മെയിൻ ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ സീസൺ ബ്രേക്കാണ്. അപ്പോൾ ഗ്രൗണ്ടൊന്നും അത്ര പ്രിപ്പയർഡ് ആയിട്ടല്ല കിടക്കണേ. കാണിച്ചു തരാൻ പോണേക്കാളും മുന്നേ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട്. സോ ഫസ്റ്റ് മാച്ച് ഞങ്ങളുടെ കഴിഞ്ഞു, ഞങ്ങളപ്പോൾ ജയിച്ചു. സോ ഇനിയിപ്പോൾ നമ്മുടെ സ്വന്തം ടീമിലത്തെ കുറച്ച് ചേട്ടന്മാർ വന്നിട്ടുണ്ട്, അവരെ പോയിട്ടൊന്ന് മീറ്റ് ചെയ്യാം. അപ്പോൾ കളിയൊന്നും ഇല്ലാത്ത കാരണം കുറേ നാളെ എല്ലാവരും കണ്ടിട്ട്. സോ 2 പേരും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ ബാഗ് എടുത്തുള്ളൂട്ടോ. അതെ കുറേ നാളായി. കാല് റെഡി ആയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ഞാനൊന്ന് അത് പയറ്റാൻ വേണ്ടി വന്നതാ. റെഡി ആയോ ഇല്ലെന്ന് അറിയാം, പക്ഷേ കാലിപ്പോഴും വേദനിക്കുക. സോ ഗാനയിൽ മെയിനായിട്ട് 2 ഗ്രൗണ്ട് മീൻസ് 2 ഒരേ ഇതിൽ തന്നെയുള്ളത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഗ്രൗണ്ട്. സോ
ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും കണ്ണിന്ന് വെള്ളം വരും. ആ ഒരു സിറ്റുവേഷനിലുള്ള മീൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സീസൺ ബ്രേക്ക് ആയിരിക്കുകയാണ്. പിന്നെ അത് കാരണം ഇവിടെ മെയിൻ്റെനൻസ് ഒന്നും നടക്കണില്ല. ഗ്രൗണ്ട് കണ്ടോ, ഗ്രൗണ്ട് മൊത്തം വേറെ ഗ്രാസ് വന്നിരിക്കുക. സോ ഇത് നമുക്ക് ഇടുക്കിയിലുള്ള പോലെ തൊടുപുഴ അവിടെയുള്ള പോലെ ട്വിൻ ഗ്രൗണ്ട് പോലെയാണ് എന്താ പറയുക ഇരിക്കുന്നത്. മീൻസ് ഇവിടെ ഒരു ഗ്രൗണ്ട്, പിന്നെ ഒരു ഗ്രൗണ്ട് ഇവിടെ. സോ ഇപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു നല്ല ഗ്രാസായിട്ട് നല്ല സെറ്റായിട്ടാവും ഇരിക്കുകയെന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഗ്രൗണ്ട് മെയിൻറ്റൈൻഡ് അല്ല. പക്ഷേ ഒരു മാസം മുന്നേ ഇവിടെ അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള സെലക്ഷൻ അല്ല, ടീമിൻ്റെ ക്വാളിഫയർ മാച്ചസ് നടന്നിരുന്നു. ഇവിടെ ആഫ്രിക്കയിൽ എന്തോ ക്വാളിഫയർ A, B അങ്ങനെ സെക്ഷൻ വൈസൊക്കെയാണ് നടത്തിയിരുന്നത്, വെസ്റ്റും ഈസ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ അറിയുന്ന ടീമുകളായിട്ടുള്ള ടാൻസാനിയ അങ്ങനെ കുറച്ച് ടീമുകൾ വന്നിട്ട് കളിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഗാന ടീമും ടാൻസാനിയാണ് ഫൈനലിൽ വന്നത്. പിന്നെ അതെന്തോ മഴ കാരണം അവർക്ക് കളി നടന്നില്ല. അപ്പോൾ 2 ടീമും ക്വാളിഫൈ ആയിട്ടുണ്ടായി. ഇവിടെ ആയിരുന്നു അത് നടന്നിരുന്നത്. സോ ഞാൻ വിചാരിച്ചു അതിന് ടൂർണമെൻറ്റ് നടക്കുമ്പോൾ വരാൻ പറ്റിയില്ല. സോ ഗ്രൗണ്ടെല്ലാം നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും ഒരു മാസം കൊണ്ട് ഇത്രയും മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല. സോ ഇതാണ് സെക്കൻഡ് ഗ്രൗണ്ട്. ഇപ്പോൾ ഉള്ളതിൽ ഇവിടെയാണ് മെയിൻ മാച്ചസൊക്കെ നടക്കുക. മീൻസ് ഇവിടെ ഡിവിഷൻ മാച്ചസ് ആണുള്ളത്. വൈറ്റ് ബോൾ ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അറിവിൽ. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു കളിയേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റ് മാച്ചായിരുന്നു ഞങ്ങളുടെ ടീമിൻ്റെ സീസണിൽ. അപ്പോൾ അത് മാത്രമേ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ A ഡിവിഷൻ ടീമുകളുടെ ലീഗാണ് ഇവിടെ നടക്കുക. B ഡിവിഷൻ ഇവിടെ, പിന്നെ C ഡിവിഷൻ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അറിയില്ല. മീൻസ് പറഞ്ഞല്ലോ ഒരു മാച്ച് മാത്രമേ ഞാൻ ഇവിടെ വന്ന് കളിച്ചുള്ളൂ. അപ്പോൾ C ഡിവിഷനിൽ ഇത്ര 4 ടീമും കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ടീമിന് ലാസ്റ്റ് മാച്ച് ക്രൂഷ്യലായിരുന്നു, അത് ഞങ്ങൾ ജയിച്ചു. അങ്ങനെ ഞങ്ങൾ A ഡിവിഷനിലേക്ക് ഇപ്പോൾ ക്വാളിഫൈ ആയിരുന്നു. അപ്പോൾ ഇനി ഈ വരുന്ന സീസൺ A ഡിവിഷനിലായിരിക്കും നമ്മൾ കളിക്കുക. സോ A ഡിവിഷനിൽ നല്ല അടിപൊളി ടീമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനിൽ കൂടിയാണ് ആക്ച്വലി. സോ ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്, ഇവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയുക കേരള ആ ഒരു വൈബ് തന്നെ ഉണ്ട് ആക്ച്വലി. ശരിക്കും ഇത് നല്ല ഗ്രാസൊക്കെ ഒന്നും കൂടി കട്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ. നല്ല എന്താ പറയുക വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി കളിക്കാൻ നല്ല സുഖമാണ്. ആ ഒരു വെയിലിൻ്റെ ഒരു ഇതൊന്നും നമുക്ക് അറിയില്ല ആക്ച്വലി. സോ അതൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയുക ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ നെറ്റ്സ് ഉണ്ട് അവിടെ, 3 നെറ്റ്സ് അങ്ങോട്ട് ഉണ്ട്, 3 ബട്ട് കോൺക്രീറ്റ് ആണ്, ടർഫൊന്നുമല്ല. സോ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞ ഒരു ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഞാൻ എന്തൊരു ദിവാലി കപ്പോ അങ്ങനെ എന്തോ പറഞ്ഞാൽ അത് സ്റ്റിച്ച് മേരിന്ന് പറഞ്ഞു ലെതർ ബോളായിരിക്കും. അപ്പോൾ അതിപ്പോൾ ഒരു പെട്ടെന്ന് ഇപ്പോൾ അറിയണം. അപ്പോൾ അതൊരു സർപ്രൈസ്. സോ അപ്പോൾ അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ. ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ ഫുൾ മാച്ച് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വെച്ച് പോയി പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ടേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഇങ്ങനെ കളിക്കാൻ വരുമ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ വരെ വരും. അത് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസ്. പക്ഷേ എല്ലാവർക്കും എന്താ പറയുക കണ്ണ് പൈസയിലാണ് ഇവിടെ മെയിനായിട്ട്. സോ എന്തെങ്കിലും വെർത്തായിട്ട് അവർക്ക് കണ്ടാൽ അവരത് എടുത്ത് പോക്കറ്റിലാക്കും. അപ്പോൾ നമുക്ക് ഒരു സാധനം നമ്മുടെ ബാഗോ ഒന്നും വെക്കാൻ പറ്റില്ല. മീൻസ് നമ്മളുടെ ഒപ്പം തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കണം. അപ്പോൾ അത് കാരണമാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. 2-3 മാച്ച് ഷൂട്ട് ചെയ്തു. പക്ഷേ എപ്പോഴും ഫുള്ളായിട്ട് ഇട്ടിട്ട് ആ ഒരു ഇതിന്ന് ഔട്ട്പുട്ട് കിട്ടാത്ത കാരണം ഞാൻ പിന്നെയും എന്താ പറയുക അത് ഡ്രോപ്പ് ചെയ്യുക ചെയ്യണം. ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. മീൻസ് ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും കൂടെ, അപ്പോൾ അവരെടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ കളിക്കാറും. അപ്പോൾ നമുക്ക് ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല മൊത്തം മാച്ച്. അതാണ് റീസൺ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം, എന്നിട്ട് മാച്ചസ് എടുക്കാൻ നോക്കണം. സോ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. Batsman in Ghana, my strike rate is 180, but they don't give me batting. That is a same problem. like me.
ഏയ് ഞങ്ങൾ ടെന്നീസ് മാച്ച് കഴിഞ്ഞ് നിൽക്കണ സമയത്ത് അടുത്തൊരു ടീം വന്നു. അവർ ഞാൻ ഇപ്പോൾ ഗ്രൗണ്ട് കാണിച്ചു തന്നില്ലേ, ഗ്രൗണ്ടിൻ്റെ സിറ്റുവേഷൻ കാരണം ഇപ്പോൾ അവിടെ സീസൺ ബോൾ കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ലെതർ ബോൾ. അപ്പോൾ അവർ എന്ത് പറഞ്ഞ് നമുക്കിതേപോലെ ടീമിട്ട് കളിക്കാൻ കിറ്റൊക്കെ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതേ പെട്ടെന്ന് സഡനായിട്ട് എന്താ പറയുക, നമ്മൾ ഷിഫ്റ്റായി ടെന്നീസ് ബോളിൽ നിന്ന് ലെതർ ബോളിലേക്ക്. സോ അവിടെ ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ ബാറ്റിങ്ങാണ്, ഞങ്ങൾക്ക് ടോസ് കിട്ടി. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ടീം. അപ്പോൾ ഞാൻ അമ്പയർക്ക് വന്നിരിക്കുക ലെഗർ. സോ അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഇന്ന് മാച്ചായി. ഞാൻ വിചാരിച്ചത് കാലത്ത് കഴിഞ്ഞ് വീട്ടിൽ പോയി സമാധാനമായിട്ട് ഉറങ്ങാമെന്ന്. പക്ഷെ കളി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറക്കുക? അപ്പോൾ കളി കണ്ടിന്യൂ ചെയ്യാൻ പോവാം. സോ മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. फर्स्ट बॉल में 4. रन कैसे है? मैंने लिए दो है हट जा यार, मेरे को लग रहा है फील्डर है तुम. चलो उसको करने दे. पंकज भाई बॉल है मैन, बॉल है. पीछे हो जा पंकज भाई, वो आगे आगे. സോ 6 ഓവർ കഴിഞ്ഞു. रन कितना हुआ? 41. സോ 6 ഓവർ കഴിഞ്ഞു, 2 വിക്കറ്റ് പോയി. സോ ബോളിൻ്റെ കണ്ടീഷൻ ഇപ്പം ഇങ്ങനെയുണ്ട്. പറഞ്ഞ് തീരുമ്പോഴേക്കും അടുത്ത വിക്കറ്റ് പോയി. അവൻ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഒരു വിക്കറ്റ് പോയതായിരുന്നു. അപ്പോഴേക്കും പിന്നെയും അടിക്കാൻ നോക്കി ഔട്ട്. अमित भाई, ഇതാണ് ഞാൻ പറഞ്ഞ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ. സോ സബ് റീജിയണൽ കപ്പ് അങ്ങനെ എന്തായിരുന്നു പേര്. ക്വാളിഫയർ ബി, अमित भाई. ആഫ്രിക്കൻ ക്വാളിഫയർ ബി. സോ ഇതായിരുന്നു ഇവിടെ നടന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്പാണ് ഇപ്പോൾ ഇവിടെ അടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. अमित भाई. സോ കളിയുടെ ഗതി ഇപ്പോൾ പെട്ടെന്ന് മാറി. ഒരു വിക്കറ്റ് പോയിക്കായിരുന്നു, അതും അടുത്താളും വന്നു, ഒറ്റ വീശ് വിക്കറ്റിൽ എറിഞ്ഞ ബോൾ, ആൾ ഔട്ടായി. അപ്പോൾ പെട്ടെന്ന് ഇനിയൊരു പാർട്ട്ണർഷിപ്പ് വേണം കളി മുന്നോട്ട് പോകാൻ. സോ ഇറ്റ്സ് എ ഹാട്രിക് ബോൾ. 2 बॉल बाकी है, 2 बॉल राइट अप. चार. हैट्रिक बॉल പുറത്തടിച്ച് കളഞ്ഞു. 4. तभी तो वहाँ मरा नहीं था आपकी तरफ.